വിശ്വവിദ്യാപീഠം പ്രസൻസ് ഐക്യു സ്റ്റേറ്റ് ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പ് പാലക്കാട് ജില്ലാതല മത്സരങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഔദ്യോഗിക ജില്ലാ ക്യൂസിംഗ് ചാമ്പ്യനെ കണ്ടെത്തുന്ന മത്സരം ഇന്ന് പാലക്കാട് ജില്ലയിൽ വ്യാസ വിദ്യാപീഠത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ന് ക്വിസ് മാസ്റ്ററായി എത്തുന്നത് നിരവധി ക്വിസ് മത്സരങ്ങളിലെ ചാമ്പ്യനും കേരളത്തിലെ പ്രശസ്ത ക്വിസ് മാസ്റ്ററുമായ ലിഞ്ചു NK ആണ്. മത്സരത്തിലേക്ക് welcoming our quiz master for the day, Mr. Linju NK. ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു റിട്ടേൺ റൗണ്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ പോലെ മലയാളികൾക്ക് കൊല്ലവർഷ കലണ്ടർ പ്രകാരം മലയാള മാസങ്ങളുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഏത് മലയാള മാസമാണ് ഇന്ന്? രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഒന്നിലൊരാളുടെ ഫോട്ടോ ഉണ്ട്. അതിൻ്റെ സൈഡിൽ അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു ഡിവൈസ് അല്ലെ ഇൻസ്ട്രുമെൻ്റ് ചിത്രമുണ്ട്. എനിക്ക് വേണ്ടത് ആ ഇൻസ്ട്രുമെൻ്റ് എന്താണ്? ചിത്രത്തിൽ കാണുന്നത് ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. ഇന്ത്യയിൽ രണ്ട് പേരെ ഈ ഒരു പെർട്ടിക്കുലർ അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ളൂ. അതായത് ഈ വ്യക്തി നേടിയിട്ടുള്ള ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് മറ്റൊരാളും കൂടിയേ ഇന്ത്യയിൽ നേടിയിട്ടുള്ളൂ. എനിക്ക് വേണ്ടത് രണ്ടാമത്തെ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അഭിനവ് ബിന്ദ്ര എന്നാണ്. എല്ലാവരും പേര് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം പേപ്പേഴ്സ് തിരിച്ചു കൊടുക്കുക. First team to the finale, we have Ravi P and Abhinav Sujit from Amrita Vidyalaya. ഒന്നാമത്തെ ചോദ്യം, നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ദിവസം തന്നെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. Sheila is the right answer. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്ന ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജാനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. മൊസാംബിക് ആക്ടിവിസ്റ്റ് ഗ്രേസ മഷേൽ, ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഹസ്ബൻഡിന്റെ പേരാണ്. യെസ് പറഞ്ഞോ. ടീം വൺ നെൽസൺ മണ്ടേല, സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ്. അത് ദ റൈറ്റ് ആൻസർ. ഗോഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടൈം. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഒരു ദിവസം. And the final score and the winners of sub-junior category state world quiz championship Palakkad edition, we have team 4 with 950 points. And all the best to all the teams. ഒന്നാമത്തെ ചോദ്യം, ജാനുവരി 24 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡെത്ത് ഡേ ആണ്. 1965 ജനുവരി 24 അദ്ദേഹം മരിച്ചത്. ആലപ്പുഴ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കാണുന്നതാണ്. ദ മിഴാവ് യൂസ്ഡ് ബൈ ഡാഷ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ദ മിഴാവ് യൂസ്ഡ് ബൈ ഡാഷ് ഉപയോഗിച്ച മിഴാവ് എന്നുള്ളതാണ്.
ഡേ ഇൻഡോ ചൈന എന്നാണ് കറൻസിയുടെ പേര് കൊടുത്തിട്ടുള്ളത്. ഇത് പ്രധാനമായും എവിടെയായിരുന്നു ഈ കറൻസി സർക്കുലേറ്റ് ചെയ്തിരുന്നത്? So first team into the finale we have Caracas fever is a yellow fever. അതിൻ്റെ വേറൊരു പേരാണ് VHF ഡാഷ് ഹെമറേജസ് ഫീവർ എന്നുള്ളതാണ്. മൈ ക്വസ്റ്റ്യൻ ഇസ് ഡയറക്റ്റ്. Caracas is the capital of which country? Eleanor Velasco Thornton posed for sculpture Charles Kais and was the model for this bonnet mascot. The Maharaja of K3 Ajit Singh used to send 100 rupees to ex-mother on a regular basis to help her tide over her financial problems. ആരുടെ അമ്മയ്ക്കാണ് മഹാരാജ K3 എല്ലാ മാസവും പൈസ അയച്ചുകൊണ്ടിരുന്നത്? ഒരു ഗെയിമിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഇൻ ബെർലിൻ 1936 ഒളിമ്പിക്സ് the sport was introduced as an unofficial demonstration sport. കോമ്പറ്റീറ്റീവ് സ്പോർട്ടായിട്ടല്ല, ഒരു പ്രദർശന മത്സരമായിട്ട് ഈ കളി നടത്തിയിരുന്നു. ഫൈനൽ സ്കോർ ചെയ്യുക 1050 1050 പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടിയത് ടീം 3 ആണ്. സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് KSFക്ക് ഒരു ഭാഗമാവാനായിട്ട് പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എന്തായാലും ഇവിടെ വിജയിച്ച കുട്ടികളെയെല്ലാം KSFയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. Of the champions for sub-junior category, Daksha KS and Gayatri V of Vyasa Vidyapeetham. Now we move on to the honoring of the finalists in junior category. Runners up Achut Shankar and Badri Vishal of Amrita Vidyalayam. And the champions Shobha Icon HSS, the team members Arush and Adarsh